ഷാഫി ഇമാമും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും അവർ പറഞ്ഞതിന് അവർ തറാവീഹ് 20 റക്അത്താണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയും ബുഖാരി ഇമാമിന്റെ ഹദീസിലുണ്ടല്ലോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹന്റെ റിവായത്ത് റസൂലുള്ളാഹി തങ്ങൾ മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ റമളാനിലും അല്ലാത്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 റക്അത്തായിരുന്നു എന്ന് പറയുന്ന ഹദീസിന്റെ ആശയം എന്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വ്യാഖ്യാനവും നോക്കാതെ എന്തോ പറയും ഹദീസ് ഇതാ പേജ് നമ്പർ ഇതാ ഇത് സ്വഹീഹുൽ ബുഖാരിയാണ് ഇതിനാ പറയുന്നത് 20 പൊന്നു ചങ്ങാതി ഈ ഹദീസും ഇതിനപ്പുറമുള്ള ഹദീസും കണ്ടവരാണ് ഇമാം മാലിക് എന്നവരും ഇമാം ഷാഫിഈ തങ്ങളും അഹ്മദ് ബിൻ ഹംബൽ എന്നവരും. ഹദീസ് ബുഖാരി ഇമാം വരുന്ന തന്നെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും കാലശേഷമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ പറഞ്ഞ വിഷയത്തിൽ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തെ സംബന്ധിച്ച് വസ്വാസ് ഉണ്ടാക്കിയ എല്ലാ കൊല്ലുണ്ട്. ഈ റമദാനും കണ്ടല്ലോ ഒരു ചങ്ങാന്റെ വീഡിയോ വന്നിരുന്നു. ഒരു ഉസ്താദ് എന്തോ ഒരു പണ്ഡിതനാന്ന് തോന്നുന്നു വേഷത്തിൽ ബുഖാരി ഇമാമിന് ബുഖാരിയൊക്കെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ സാധുക്കൾ മനുഷ്യന്മാർ ചോദിക്കല്ലോ അല്ലോ ബുഖാരി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടാണോ പോയി കളിക്കേണ്ടത്? വിവരമില്ലാത്തത് കൊണ്ടാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഹദീസല്ല, അതിനോടനുബന്ധമായ നൂറുകണക്കിന് സംഭവങ്ങളെ ഹദീസുകളെ പഠിച്ചതിന് ശേഷമാണ് 4 ഇമാമിങ്ങളും തറാവീഹ് 20 എന്ന് പറഞ്ഞത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞതില്? റമളാനിലും അല്ലാത്തപ്പോഴും. ഇപ്പൊ തന്നെ മനസ്സിലായി റമളാനിലെ തറാവീഹിനെ കുറിച്ചല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. അല്ലെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ വിഷയത്തിൽ മഹദിക്ക് അറിഞ്ഞ വിഷയം അത്രയേ ഉള്ളൂ. കാരണം റമളാനിലും അല്ലാത്തപ്പോഴും പറഞ്ഞില്ലേ, റമളാൻ അല്ലാത്തപ്പോൾ തറാവീഹ് ഉണ്ടാ? തറാവീഹിന്റെ ബാബിലാണ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ് പണ്ഡിതന്മാർ അവരെന്താണോ അവർക്ക് ലഭിക്കുന്ന ഹദീസ് സ്വഹീഹായി ലഭിക്കുന്നത്, ഹസനായി ലഭിക്കുന്നത്, അവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത്, ആ ഹദീസ് അവർ ഉദ്ധരിക്കും. പക്ഷേ മസ്അല പറയുന്നത് ഹദീസ് പണ്ഡിതന്മാരല്ല, മസ്അല പറയുന്നത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാ. അവർക്കത് ഇടപെടാൻ കഴിയൂ. അവര് പറയും 20 റക്അത്താണ്, പിന്നെ എങ്ങനെയാ നിഷേധിക്കുക? നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇമാം ഷാഫിഈ തങ്ങൾ ഇവിടെ ആ മനുഷ്യനോട് പറയാൻ, ഞാൻ അള്ളാന്റെ റസൂൽ ഇതാണ് പഠിപ്പിച്ചത് എന്ന് പറയുമ്പോ നിങ്ങളുടെ അഭിപ്രായം ഇന്നതാന്ന് ചോദിക്കേ. എന്ത് ചോദ്യമാണ്? ഞാൻ എന്താ മുസ്ലിം അല്ലെന്നാണോ നീ വിചാരിച്ചത്? ഭയങ്കര ചോദ്യമല്ല ചോദിച്ചത്. അപ്പൊ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണങ്ങളെ വസ്തുനിഷ്ഠമായി പഠിച്ചതിന് ശേഷമാണ് തറാവീഹിന്റെ റക്അത്ത് 20 ആണെന്ന് 4 മദ്ഹബിന്റെ ഇമാം. ഇപ്പൊ ഈ കൊറോണ വരെ മസ്ജിദുൽ ഹറാമിൽ 20 റക്അത്തല്ലേ നിസ്കരിച്ചത്? മക്കത്തും മദീനത്തും എല്ലാം വായിച്ചാ നിങ്ങൾ പോകുന്നല്ലേ, നമ്മളൊക്കെ പോകുന്നല്ലേ റമദാനിൽ. 20 കൊറോണ വന്നപ്പോ 10 റക്അത്ത് 8 അള്ളാഹ് കാത്ത് 10 പിന്നെ 3 ആയി. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ അവർക്ക് ഹറമിലേക്ക് നോക്കൂ, തറാവീഹ് 10 എന്ന് പറയാൻ തുടങ്ങും. അവിടെ 20 ആണ്. 1400 കൊല്ലം 20 ആണ്. 1400 കൊല്ലം 20. ഇപ്പൊ 2 കൊല്ലം മുമ്പാണ് ഇത് 10 ആക്കിയത്. കൊറോണ സമയത്ത് ആളുകളുടെ ഒരുമിച്ച് കൂടുന്ന ടൈം കുറക്കാൻ വേണ്ടി കുറെ സമയം ഒരുമിച്ച് ആളുകൾ നിൽക്കണ്ടല്ലോ, അതിന് ഹെൽത്ത് ഹസാർഡ് വരുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ എന്തുകൊണ്ടോ അവരത് ഇപ്പൊ അങ്ങ് തുടർന്നു കൊണ്ടുപോകും, ചിലപ്പോൾ മാറ്റിയേക്കാം. അവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അതുപോലെ തന്നെ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ ബുഖാരി ഇമാമിന്റെ ഹദീസ് എടുത്ത് കാണിച്ച മൂലയിൽ കാണില്ലേ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും 1400 കൊല്ലം 20 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ കാലം മുതൽ ഇക്കാലം വരെ. അപ്പൊ അവർക്ക് ബുഖാരി ഇമാമിന്റെ ഹദീസ് ഒന്നും കണ്ടിട്ടില്ല. അവര് സൗദി പണ്ഡിതന്മാർക്ക് എന്തൊന്നും കാണാത്തതുകൊണ്ടാണോ? അതും ചോദിക്കണ്ടേ? അവിടെ ഓരോന്നും കണ്ടിട്ടില്ല ഈ ഹദീസ്. ബുഖാരി ഇമാമ് സ്വലാത്തു തറാവീഹിൽ ആയിഷ ബീവിന്റെ ഈ ഹദീസ് 8 റക്അത്ത് പ്ലസ് 3 11 നിസ്കരിച്ചു എന്ന് പറയുന്നത് അവരാരും കാണാത്തത് കൊണ്ടാണോ ഇത്രയും കാലം നിസ്കരിച്ചത് 20? 4 മദ്ഹബിന്റെ ഇമാമുമാർ അവർ ചില്ലറക്കാരല്ല. അവര് പറയുന്നത് ദീനാണ്. അവര് പറയുന്നത് സ്വന്തം ഇഷ്ടമല്ല. അവര് പറയുന്നത് ഹദീസും ഖുർആനുമാണ്. പക്ഷെ നമുക്ക് പോലും വിശദമായി ഗഹനമായി പഠിക്കാൻ ആക്സസ് ഇല്ലാത്ത വിഷയം അവരുടെ അഗാധമായ അറിവിന്റെ വെളിച്ചത്തിൽ അവർ പഠിച്ചെടുത്തു. അത് സമൂഹത്തോട് പറഞ്ഞെടുത്തു. ലോകം അതിനെ അംഗീകരിച്ചു. നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ആൾക്കാരെ പറയുന്നുള്ളൂ. ലോകത്ത് മുസ്ലിമീങ്ങളിൽ 95% എന്ന് ഞാൻ പറയട്ടെ മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഈ ഒരു ഒച്ചപ്പാട്. ഒന്നും വേണ്ട, ഞങ്ങൾ മുസ്ലിമാണ്, ഷാഫിഈ ഹനഫി അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല, ഞാൻ മുസ്ലിമാണ്. നല്ല രസമല്ല, കേൾക്കാൻ രസമുള്ള വാക്കാണത്. പക്ഷെ അറിവില്ലായ്മയിൽ നിന്നാണ് ആ വാക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടായാൽ മതി. ഇമാം ഷാഫിഈ തങ്ങൾ മുസ്ലിം അല്ല എന്നാണോ പറയുന്നതിന്റെ അർത്ഥം? അപ്പൊ ഈ ബുഖാരി ഇമാമിന്റെ ഹദീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് സാധാരണക്കാരെന്ത് ചെയ്യേണ്ട? ബുദ്ധിമുട്ടിലും വസ്വാസിലും ആക്കരുത്. അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിൽ ഇത് പറയും, നമുക്ക് ഇത് പറയാൻ കഴിയില്ല. കാരണം അതിനിപ്പുറത്ത് വേറെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വരും. തമീമുദ്ദാരി തങ്ങൾ നിസ്കരിച്ചത് 20 ആണെന്ന് പറയുന്ന റിവായത്തിന് എന്ത് ചെയ്യപ്പോ ഉമർ തങ്ങൾ നബി തങ്ങൾ ചെയ്യാത്തത് ഉമർ തങ്ങൾ ചെയ്യോ? നബി തങ്ങൾ ചെയ്യാത്തത് ഉമർ തങ്ങൾ ചെയ്ത സ്വഹാബിമാർ ഉമർ എന്നവരെ വെച്ചേക്കോ ഇവിടെ? അപ്പൊ ഉമർ തങ്ങൾ 20 എവിടുന്ന് തെളിവ് കിട്ടി? ഹബീബായ നബി തങ്ങൾ ചെയ്തത് സ്വഹാബികൾ കണ്ടത് അവരറിഞ്ഞത് ആ അറിവിൽ നിന്നാണ് ഉമർ എന്നവര് തമീമുദ്ദാരി തങ്ങൾ ഇമാം നിർത്തി 20 റക്അത്ത് നിസ്കരിപ്പിച്ചത്. ഇതൊക്കെ അവിടെ ഉണ്ട്.